ഈ കഥയിൽ ആരെ വില്ലനാക്കാം, ആരെ നായകനാക്കാം എന്നുള്ളതൊക്കെ ഈ കഥ കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ ഇതിന്റെ മെയിൻ ക്യാരക്ടറായ ബേറിനെ തന്നെ നായകനാക്കി ഞാൻ ഈ കഥ പറയാം. ബേർ അവന്റെ ക്രഷായ നിക്കിയുടെ അടുത്ത് തന്റെ ഇഷ്ടം പറയാനായിട്ടുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഫ്രണ്ടിനെ മുന്നിലിരുത്തി നിക്കിയോട് പറയുന്ന രീതിയിൽ അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൻ പറയുന്നതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. അത് അവിടെ നിന്ന് അവന്റെ കൂട്ടുകാരൻ കളിയാക്കുന്നുമുണ്ട്. അവൻ പറയും, നീ കുറച്ചുകൂടിയൊക്കെ അവളുടെ അടുത്ത് ഫ്രീ ആയിട്ട് ഇടപെടണം, നിന്റെ ഈ നാണമൊക്കെ ഒന്ന് മാറ്റി വെക്കണം, അവളെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് കളിയാക്കണം, ഫ്ലേട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് നിന്നോടൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, അവൾ വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നീ സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ അവൾ ചിലപ്പോൾ പിണങ്ങി പോവുകയും ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടമാകും. അങ്ങനെ എന്തായാലും ഇന്ന് വൈകിട്ട് നിക്കിയുടെ അടുത്ത് തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് ബേർ തീരുമാനിക്കുന്നു. അങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് അവൻ തിരികെ വീട്ടിലെത്തിയപ്പോ അവന്റെ പ്രിയ വളർത്തു പൂച്ച ചത്തു കിടക്കുകയാണ്. അവന് സങ്കടം സഹിക്കാനായില്ല. അതിന്റെ അടുത്ത് തന്നെ കുറച്ച് മെഡിസിൻ ചിതറി കിടപ്പുണ്ട്. ഇതെങ്ങനെ ഈ പൂച്ചയ്ക്ക് കിട്ടി? അവൻ അതും പറഞ്ഞ് ആ മെഡിസിൻ എടുത്ത് തിരിച്ച് കബോർഡിൽ വെച്ചു. ആ മരുന്ന് കഴിച്ചിട്ടാണ് ഈ പൂച്ച മരിച്ചു പോയത്. അതിന്റെ ബോഡി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി അവിടെയെല്ലാം അവൻ ക്ലീൻ ചെയ്തു. അതിനുശേഷം അവൻ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നിക്കിയുടെ കോള് വരുന്നത്. അവൻ അവളെ നൈറ്റ് ഒരു പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചെങ്കിലും ഈ പൂച്ച ചത്ത വിഷമത്തിലിരിക്കുന്ന കൊണ്ട് അവൻ ആ പാർട്ടിക്ക് പോകാനായിട്ട് മടിക്കുന്നു. എന്നാൽ അതിന്റെ കാരണവും അവൻ വ്യക്തമായി പറയുന്നില്ല. എന്നാൽ നിക്കി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്തായാലും വരണം, ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് അവൾ പറഞ്ഞപ്പോ അവന് സമ്മതിക്കേണ്ടി വരുന്നു. മാത്രമല്ല അവളെ കാണാനും തന്റെ ഇഷ്ടം പറയാനും അവനും കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒത്തിരി നാളില്ലാത്തത് കൊണ്ട് അവൻ എന്തായാലും പോകാൻ വേണ്ടി തീരുമാനിച്ചു. അവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ കഴുത്തിൽ കിടന്ന കല്ലുമാല പൊട്ടി താഴെ വീണുപോയി. അത് അവന്റെ അടുത്ത് അവൾ പറയുന്നുണ്ട്. എന്തായാലും മാല പോയ സ്ഥിതിക്ക് അതിന് പകരം ഒരു മാല വാങ്ങിക്കൊടുത്ത് അവന് പ്രപ്പോസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ ഒരു കടയിൽ പോയി കയറി. അവിടെ കുറെ മാലകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നിക്കിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളവയായിരുന്നില്ല. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണം. അങ്ങനെ തിരയുമ്പോഴാണ് വൺ വിഷ് വില്ലോ എന്നെഴുതിയ പാക്കറ്റ് കാണുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് കടയിലിരിക്കുന്ന ലേഡിയോട് ചോദിക്കുമ്പോഴാണ് ഇതൊരു പ്രത്യേകതരം ടോയ് ആണ്. അത് വാങ്ങിയ ശേഷം എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടോ ആ ടോയുടെ നടുഭാഗം ഒടിക്കുക. ആഗ്രഹം എന്തു തന്നെ ആയാലും നടക്കും. എന്നാൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാഗ്രഹമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ചിലരൊക്കെ കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് എനിക്കിതിൽ ഉത്തരവാദിത്തമില്ലെന്ന് ആ ലേഡി പറയുന്നു. എന്നാൽ ബേറിന് ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. നിക്കിക്ക് പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് മാത്രമേ അവൻ വിചാരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ആ സമ്മാനമൊക്കെ വാങ്ങി അവൻ ബാറിൽ പാർട്ടിക്ക് വന്നു. ഒരുപാട് ശ്രമിച്ചിട്ടും നിക്കിയായിട്ട് സംസാരിക്കാൻ ഒരു അവസരം അവന് കിട്ടുന്നില്ല. സാറയും ഇയാനും എപ്പോഴും അവളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരാൻ വേണ്ടി ബേർ ഇയാനോട് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പൊ ശരിയാകത്തില്ലെന്നാണ് ഇയാൻ ബേറിനോട് പറയുന്നത്. ബേറിന്റെ പൂച്ച മരിച്ചുപോയ കാര്യം അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു. അറിഞ്ഞവരൊക്കെ അവനെ വന്ന് ആശ്വസിപ്പിച്ചു. എന്നാൽ നിക്കി അത് വളരെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. സാരമില്ല, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അതൊരു കൂൾ മൈൻഡ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. എന്നാൽ സാറ അത് അറിഞ്ഞപ്പോൾ തന്നെ അവനെ വന്ന് കെട്ടിപ്പിടിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സാറയ്ക്ക് ആ പൂച്ചക്കുട്ടി ചത്തുപോയ കാര്യം അറിഞ്ഞിട്ട് ഒരുപാട് സങ്കടവുമായി. അങ്ങനെ അവര് സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് നിക്കി പറയുകയാണ്, എന്നെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവിടണം. അപ്പോൾ ഒരു അവസരം കിട്ടി എന്ന് മനസ്സിലാക്കിയ ബേർ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറി പോകുന്ന സമയത്ത് സാറയെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിനക്ക് അവളെ ഇഷ്ടമാണോ? അവക്ക് നിന്നോടൊരു ക്രഷ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, നീ എന്താണൊന്നും പറയാത്തേ എന്നൊക്കെ ബേറിന്റെ അടുത്ത് നിക്കി ചോദിക്കുന്നുണ്ട്. അപ്പൊ ബേർ പറയുന്നത്, എനിക്ക് അവളോട് അങ്ങനെ പ്രത്യേക ഇഷ്ടമൊന്നുമില്ല, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് അവളെ ഇഷ്ടമാണ്, പിന്നെ അവൾക്ക് എന്നോടൊരു കൂടുതൽ താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, എന്നാൽ ഞാനത് കാര്യമാക്കുന്നില്ല എന്നാണ് ബേർ പറയുന്നത്. പോരാത്തേന് അവര് പോകുന്ന വഴിക്കെല്ലാം നിക്കിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അവൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ അവക്കൊരു സമ്മാനവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. എന്നാൽ നിക്കി ഇത് കേൾക്കുമ്പോൾ വളരെ വിയേർഡായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സമ്മാനമോ? എനിക്ക് എന്തോ പോലെ തോന്നുന്നു, എനിക്ക് സമ്മാനമൊന്നും വേണ്ട എന്നാണ് അവള് പറയുന്നത്. ഫാമിലിയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനുമായിട്ട് അവൾ അത്ര രസത്തിലല്ല. അവൾ ഈ ജോലി നിർത്തിയിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാനാണ് താല്പര്യം. മാത്രമല്ല സൊസൈറ്റിയിൽ പല ജോലികൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ബുക്കുകൾ എഴുതാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് നിക്കി പറയുന്നത്. അതായത് നിക്കിക്ക് ഒരു നല്ല റൈറ്റർ ആകണമെന്നാണ് ആഗ്രഹം. അതിന് ഒരുപാട് അനുഭവ പാഠങ്ങൾ വേണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നിക്കി. അങ്ങനെ അവർ സംസാരിച്ച് നിക്കിയുടെ വീടെത്തി. അവൾ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ അവൻ ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. എന്നാൽ പിന്നീട് അവൻ അത് മറന്നുപോയി എന്ന് പറയുന്നു. എന്നാൽ നിക്കി വീണ്ടും വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവളെ പുറകിൽ നിന്ന് ഫ്രീക്കി നിക്കി എന്ന് വിളിക്കും. അത് അവളുടെ ഇരട്ട പേരാണ്. ഇത് കേട്ടത് അവൾക്ക് ദേഷ്യം വരും. അവൾ തിരിച്ചു വന്നിട്ട് ചോദിക്കും, എനിക്കത് ഇഷ്ടമില്ലാത്തൊരു പേരാണെന്ന് നിനക്കറിയാമല്ലോ, നീ പിന്നെ എന്തിനാണ് അതെന്നെ വിളിച്ചത്? നീ എന്തെങ്കിലും പറയാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണോ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് നിനക്ക് പ്രണയമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സമയമായിരിക്കും ഇത്. നീ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് നിക്കി പറയും. കാരണം നിക്കിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, ബേറിന് തന്നെ ഇഷ്ടമാണോ എന്നുള്ളത്. എന്നാൽ അവള്
ചോദിക്കുമ്പോൾ ബേർ പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് ബേർ പറയുന്നത്. അവൾ ഓക്കെ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. പക്ഷെ ബേറിന് എത്ര ശ്രമിച്ചിട്ടും അവളുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ നല്ലൊരു അവസരം കിട്ടിയതാണ്, അവന്റെ ഇഷ്ടം പറയാനായിട്ട് അവന് പറ്റുന്നില്ല. അവൻ ആകെ ഡിസപ്പോയിന്റഡ് ആയി. അവൻ പെട്ടെന്ന് നിക്കി കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഗിഫ്റ്റ് എടുത്തു. ആ കവർ തുറന്ന് ആ ടോയ് പുറത്തെടുത്തു. നിക്കി ആരെക്കാളും എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, ഈ ലോകത്ത് അവൾ എന്നെ മാത്രം സ്നേഹിക്കണം, ഇങ്ങനെ പറഞ്ഞ് അവൻ ആ സ്റ്റിക്ക് ഒടിച്ചു. ആ ഒടിച്ച മാത്രയിൽ തന്നെ അവൻ പുറത്തേക്ക് നോക്കുമ്പോ നിക്കി വീട്ടിലേക്ക് കയറി പോകാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ അവൾ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. അവനോട് ദേഷ്യത്തോടെ സംസാരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവൾ വളരെ സ്നേഹത്തോടു കൂടി അവനെ വീണ്ടും വന്ന് ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഒന്നുകിൽ നീ അകത്തേക്ക് വാ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് നിക്കി പറയുന്നു. നിക്കി ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കുന്നവളല്ല. നിനക്ക് എന്തു പറ്റിയെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. എനിക്ക് തന്നെ അറിയില്ല എനിക്ക് എന്തു പറ്റിയെന്ന്, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്നാണ് അവൾ പറയുന്നത്. അവൻ ഇപ്പോൾ യൂസ് ചെയ്ത വൺ വിഷ് വില്ലോ അതിന്റെ പണി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു കളിപ്പാട്ടമായിട്ട് മാത്രമാണ് അവൻ അതിനെ കണ്ടത്, പക്ഷെ അതിപ്പോ സീരിയസ് ആയി മാറിയിരിക്കുന്നു. നിക്കി അവന്റെ കൂടെ വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി, അവനോട് കൂടെ അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ കാറിലേക്ക് കയറി ഇരുന്നിട്ട് വളരെയധികം ഇമോഷണൽ ആയിട്ട് അവന്റെ അടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. എന്റെ അച്ഛന് ക്യാൻസർ ആണ്, അദ്ദേഹം ഉടനെ തന്നെ മരിച്ചു പോകും, ഞാൻ ഒറ്റയ്ക്കായി പോകും, എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുകയാണ്. അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. അച്ഛനും അവളും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ള കാര്യം അവൻ അറിയാം. എന്നാൽ ഈ രോഗത്തിന്റെ കാര്യമൊന്നും അവൻ അറിയാൻ പാടില്ലായിരുന്നു. തൽക്കാലം അവൾ വളരെ നിർബന്ധിക്കുന്നത് കൊണ്ടും ഇമോഷണൽ ആയതുകൊണ്ടും അവളെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് ബേർ പോയി. അവൾ വല്ലാതെ ഇമോഷണൽ ആയി ഇരിക്കുന്നത് കൊണ്ട് അന്ന് രാത്രി അവന്റെ ബെഡിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ അവളോട് പറയുന്നു. എന്നിട്ട് അവൻ സോഫയിൽ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്നാൽ അവള് അവനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്റെ അടുത്ത് വന്ന് ഈ ബെഡിൽ തന്നെ കിടക്കാമോ എന്ന് ചോദിക്കുന്നു. അവൾ ഇട്ടിരിക്കുന്ന ഷർട്ടൊക്കെ ഊരിയിട്ടിട്ടാണ് അവൾ കിടക്കുന്നത്. അവന് വളരെ ചമ്മലൊക്കെ വരുന്നുണ്ട്. പക്ഷെ നിക്കിയെ ബേറിന് വളരെ ഇഷ്ടവുമാണ്. അവൻ അടുത്തേക്ക് വന്ന് കിടന്നതും അവനെ കെട്ടിപ്പിടിക്കാനും കിസ് ചെയ്യാനൊക്കെ തുടങ്ങി അവൾ. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ പേടിച്ച് പുറകോട്ട് മാറി. എന്താണിത്, ഞാൻ എന്താ ഇതൊക്കെ ചെയ്യുന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ മാറുന്നത്. ബേറും ശരിക്കും പേടിച്ചുപോയി. എന്തു പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോ എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നിയെന്നാണ് അവൾ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ മാറിയത്, സാരമില്ല നമുക്ക് കിടന്നുറങ്ങാമെന്ന് പറയുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് വന്ന് വീണ്ടും അവൾ കിടന്നുറങ്ങുന്നു. ഇവളെന്താണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് ബേറിന് ശരിക്കും മനസ്സിലായിട്ടില്ല. അവൾ വെറുതെ കിടന്നുറങ്ങുക മാത്രമല്ല ഇപ്പൊ ആ പേടിച്ച് മാറിയില്ലേ, അതിനൊക്കെ അവൾ ക്ഷമയും പറഞ്ഞ് കരയുകയാണ്. ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുകയാണ് ബേർ. ഇടയ്ക്ക് അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോ അവൻ പോയി അവന്റെ ലാപ്പിൽ വൺ വിഷ് വില്ലോയെ പറ്റി സെർച്ച് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. കൂടുതൽ ആൾക്കാർ ഇത് വർക്കൗട്ട് ആകില്ല എന്നാണ് പറയുന്നത്, എന്നാൽ ചില ആളുകൾ ഇത് വർക്കൗട്ട് ആകുമെന്നും പറയുന്നുണ്ട്. താൻ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വൺ വിഷ് വില്ലോ ഒടിച്ചത് കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ടെൻഷൻ അവനുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിക്കി അടുത്തുണ്ടായിരുന്നില്ല. കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൻ വേസ്റ്റ് കവറിലാക്കി വെച്ചിരുന്ന അവന്റെ ആ പൂച്ചയുടെ ഡെഡ് ബോഡി അവൾ പുറത്തെടുത്ത് അതിന് ചുറ്റും മെഴുകുതിരികളും പൂക്കളും ഒക്കെ വെച്ച് അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ പൂച്ചയ്ക്ക് നല്ലൊരു ഗുഡ് ബൈ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്തതെന്നാണ് അവൾ പറയുന്നത്. അവൾ ചെയ്തതൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. അത് തുറന്ന് അവളുടെ അടുത്ത് അവൻ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നും ബേർ നിക്കിയുടെ അടുത്ത് പറയുന്നു. അന്ന് അവർ ഒരുമിച്ചാണ് ഷോപ്പിലേക്ക് പോയത്. ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടതും ഇയാൻ ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ നടന്നോ, നിങ്ങൾ ഒരുമിച്ചാണോ കിടന്നതെന്നൊക്കെ. എന്നാൽ ബേർ പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, പക്ഷെ അവൾ എന്നെ കിസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷെ പെട്ടെന്ന് അവൾ പിന്മാറുകയും ചെയ്തു. അതെന്തോ കണ്ട് ഞെട്ടി മാറിയ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണെങ്കിലും അവൾക്ക് എന്നോട് എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട് എന്നാണ് ബേർ പറയുന്നത്. ഇത് കേട്ടതും ഇയാൻ അവനോട് പറയുന്നത്, നിക്കിക്ക് ഇന്നേ വരെ നിന്നോട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു രാത്രി കൊണ്ട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും. ഈ സമയത്തെല്ലാം നിക്കി അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ബേറിന്റെ മുഖത്തു നിന്ന് അവൾ കണ്ണെടുക്കുന്നതേയില്ല. അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അവളുടെ രീതികളിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഇയാന് ഈ കാര്യം മനസ്സിലായി. ഇന്ന് രാത്രി വൈകുന്നേരം എന്തായാലും അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബേറിന്റെ കാറിൽ നിന്ന് തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇയാന്റെ കാറിലേക്ക് മാറ്റിവെച്ചു. നിക്കി അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമെന്നും അവന്റെ അടുത്ത് പറയുന്നുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞതും ബേർ ഇയാനെ വിളിക്കുന്നുണ്ട്. അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ നിന്നെ തന്നെ നോക്കി നിന്നിരുന്നില്ലേ, അത് നമ്മൾ തെറ്റിദ്ധരിച്ചതാ, അവൾ എന്നെയും നിന്നെയും ഒരുമിച്ച് നോക്കി നിന്നതാ, നമ്മൾ രണ്ടുപേരും അവളെ പറ്റി എന്തെങ്കിലും പറയുകയാണെന്ന് അവൾ വിചാരിച്ചു, അതുകൊണ്ട് അവൾ അങ്ങനെ നോക്കി, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇയാൻ ഇങ്ങനെ പറഞ്ഞതും ബേറിന് ചെറിയൊരു ആശ്വാസം തോന്നി. പെട്ടെന്ന് അവന്റെ കോളിംഗ് ബെല്ല് ശബ്ദിക്കുന്നത് അവൻ കേട്ടു. അവൻ ഓടിപ്പോയി നോക്കുമ്പോ നിക്കി അവിടെ വന്ന് നിൽക്കുകയാണ്. ഇവൾ വീണ്ടും രാത്രിയിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവൾ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അവന്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, തലേന്ന് ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോടൊരു ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ഞാൻ ആ ഡ്രഗ്സിന്റെ എഫക്റ്റിലായിരുന്നു, പക്ഷെ എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ ഇഷ്ടമാണ്, നീ എന്തിനാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് ബേർ ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ ഇഷ്ടപ്പെടാൻ പാടില്ലേ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് നിന്നോട് പറഞ്ഞോ, എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവളുടെ സംസാരമൊക്കെ വല്ലാത്തൊരു രീതിയിലായിരുന്നു. എന്നാൽ അവൾ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ബേർ താൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചെടുത്ത സന്തോഷത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ
രണ്ടുപേരും പ്രണയിക്കാൻ ആരംഭിച്ചു. എപ്പോ നോക്കിയാലും അവർ ഒരുമിച്ചായിരിക്കും, ഒരുമിച്ചിരുന്ന് സിനിമകൾ കാണും. എന്നാൽ അവളുടെ കണ്ണെപ്പോഴും അവന്റെ മുഖത്ത് തന്നെയായിരുന്നു. ഇയാനും സാറയ്ക്കും ഇതൊന്നും മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് ക്ലോസ് ആയി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരു ദിവസം ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ആഹാരം കഴിക്കുന്ന സമയത്ത് ഇയാന്റെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ബേർ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാൽ പിന്നീട് അവൻ ആ കോൾ എടുക്കാൻ നോക്കി. ആ സമയത്ത് നിക്കി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ആരുമായിട്ടും സംസാരിക്കാൻ പാടില്ല, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഈ കോൾ എടുത്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ മാറി നിന്ന് ഇയാന്റെ കോൾ അറ്റൻഡ് ചെയ്തു. നിക്കിയുടെ കൂടെയാണ് ബേർ ഉള്ളതെന്ന് മനസ്സിലാക്കിയ ഇയാൻ ബേറിനോട് പറയുകയാണ്, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ വിഷമിക്കുകയും പേടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നോട് സാറ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോ നിന്റെ അടുത്ത് പറയാൻ പോകുന്നത്. സാറ നിക്കിയുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേറിനോട് ഏതെങ്കിലും രീതിയിലുള്ള ഫീലിങ്സ് നിനക്കുണ്ടോ എന്ന്. എന്നാൽ ആ സമയം നിക്കി സാറയോട് പറഞ്ഞത് ബിയർ എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയാണ് എന്നാണ്, അല്ലാതെ മറ്റൊരു രീതിയിലും എനിക്ക് അവനെ കാണാൻ പറ്റില്ല എന്നാണ് അവൾ തീർത്തു പറഞ്ഞത്. നിന്നെ അനിയനായിട്ട് കണ്ട പെൺകുട്ടി ഇത്ര പെട്ടെന്ന് നിന്റെ കൂടെ അടുത്ത് ക്ലോസ് ആവുകയും നിന്റെ കൂടെ നിന്റെ വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്തു. ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സാറ പറഞ്ഞ സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിക്കിക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം. എന്നാൽ ഇയാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ ബേറിന് പറ്റുമായിരുന്നില്ല. ചിലപ്പോൾ അവൾക്ക് ആദ്യം എന്നോട് ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഫീലിങ്സ് വന്നു തുടങ്ങി കാണും. എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് ബേർ പറയുന്നത്. ബേറിന് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. താൻ ആ വൺ വിഷ് വില്ലോ ഓടിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ നിക്കിക്ക് തന്നോട് സ്നേഹമില്ലെന്നും അവൻ അറിയാം. എന്നാൽ നിക്കിയുടെ സ്നേഹം അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു ടോക്സിക് ആയിട്ട് മാറി. എങ്ങനെയായാലും വേണ്ടില്ല, നിക്കി തന്നെ സ്നേഹിച്ചാൽ മതി, നിക്കി തന്റെ കൂടെ ഉണ്ടായാൽ മതി എന്നാണ് ഇപ്പോൾ ബേർ ചിന്തിക്കുന്നത്. അതിപ്പോ വൺ വിഷ് വില്ലോ ആയാലും വേണ്ടില്ല, വേറെ എന്ത് മന്ത്രവാദമായാലും വേണ്ടില്ല, നിക്കിയെ ബേറിന് വേണം. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഫോൺ വെക്കുന്നതിന് മുമ്പ് ഇയാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അവളുടെ അച്ഛന് അവൾ പറയുന്ന പോലെ ക്യാൻസർ ഒന്നുമില്ല, അയാൾ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, അവളും അവളുടെ അച്ഛനും തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല, അവർ തമ്മിൽ വഴക്കാണ് എപ്പോഴും. ഇപ്പോ അവൾ നിന്റെ അടുത്ത് പറഞ്ഞതൊക്കെ കള്ളമാണ്. ഇതുകൂടി കേട്ടപ്പോ ബേറിന് ചെറിയൊരു പേടി തോന്നി. അവൻ തൽക്കാലം കോൾ കട്ട് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ രണ്ടും കൽപ്പിച്ച് അവളോട് ചോദിച്ചു, ശരിക്കും നിന്റെ അച്ഛന് ക്യാൻസർ ഉണ്ടോ? അവൾ ആദ്യം നോ എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാകാൻ ആരംഭിച്ചു. നമ്മളിവിടെ നല്ലൊരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നാണ് ഞാൻ കരുതിയത്. നീ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? അവൾ വല്ലാതെ വയലന്റ് ആകാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാനും തുടങ്ങി. പെട്ടെന്ന് അവൻ അവളെ പിടിച്ചിരുത്തി. എന്റെ അച്ഛന് ക്യാൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിടയിൽ ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും എന്റെ അടുത്ത് സംസാരിക്കണ്ട, ഇങ്ങനെയാണ് അവൾ പറയുന്നത്. അന്ന് രാത്രി ഇവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആയി. എന്നാൽ ആ സമയങ്ങളിലൊന്നും നിക്കിയുടെ മുഖത്ത് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. വൺ വിഷ് വില്ലോ യൂസ് ചെയ്തുകൊണ്ടാണ് നിക്കിക്ക് ഈ മാറ്റം വന്നത്. എന്നാൽ അവളുടെ ഉള്ളിൽ യഥാർത്ഥ നിക്കിയും ഉണ്ടായിരുന്നു. ആ നിക്കി ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ബേറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ അവർ രണ്ടുപേരും ഉറങ്ങി. സമയം ഏകദേശം വെളുപ്പിനെ 3:45 ആയി കാണും. അവൻ നോക്കുന്ന സമയത്ത് നിക്കി അടുത്തുണ്ടായിരുന്നില്ല. അവൻ നോക്കുമ്പോ ആ മുറിയിൽ ഇരുട്ടുള്ള ഒരു ഭാഗത്ത് പോയി നിന്ന് നിക്കി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ അവിടെ എന്തെടുക്കുകയാന്ന് ചോദിച്ചതും അവൾ പെട്ടെന്ന് വിചിത്രമായ രീതിയിൽ വശങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അവൻ ആകെ പേടിയായി. നീ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്, നീ ഇവിടെ എങ്ങാനും വന്ന് കിടക്കാൻ നോക്ക്. ബേർ ഇത് പറഞ്ഞത് നിക്കി പറഞ്ഞു, നീ അവിടെ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇവിടെ നിന്ന് നീ ഉറങ്ങുന്നത് നോക്കി നിന്നോളാം, നീ കിടന്നുറങ്ങുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ശബ്ദങ്ങൾ മാറി. നീ എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല, നീ വെറുതെ കള്ളം പറയുന്നതാണ്, നിനക്ക് എന്നോട് പ്രണയമില്ല. അവള് ബഹളം വെക്കാൻ വേണ്ടി ആരംഭിച്ചു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ മുഖഭാവമൊക്കെ മാറി മാറി വന്നു. ബേറിന് ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും പേടി കൂടി. നീ കിടന്നുറങ്ങിക്കോ, നീ ഉറങ്ങുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ബഹളം ഉണ്ടാക്കുകയാണ്. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് പേടിയുണ്ടെങ്കിലും അവൻ അവിടെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ അവൻ കിടക്കുന്ന സമയത്ത് അവൾ ഒരു ഫ്ലവർ വൈസ് ഒക്കെ എടുത്ത് വീണ്ടും സൈഡിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യുകയാണ്. അവൻ ചോദിക്കുമ്പോൾ മരിച്ചുപോയ സാൻഡിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്ലവർ വൈസ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. സാൻഡി ആ പൂച്ചയാണ്. വീണ്ടും കുറെ കഴിഞ്ഞപ്പോ അവൾ അവന്റെ അടുത്ത് വന്ന് കിടന്നു. അങ്ങനെ രാവിലെ അവൻ ഷോപ്പിൽ പോകാൻ വേണ്ടി റെഡിയായി. നിക്കി അന്ന് അവധിയായിരുന്നു. അതുകൊണ്ട് നിക്കി അവന് വേണ്ടി സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി ലഞ്ചിന് ഇത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൾ അവന്റെ കയ്യിൽ കൊടുത്തു. നീ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടാക്കിയ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ അവൾ പറയുന്നത്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്, ഇനി ഒരു കുഴപ്പവും ഉണ്ടാകില്ല. നീ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും, ശരിക്കും ഞാനും നിന്റെ കൂടെ വരേണ്ടതായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഒരു നിമിഷം പോലും ബേറിന് വിട്ടു നിൽക്കാൻ അവൾക്ക് പറ്റുമായിരുന്നില്ല. നീ എന്തായാലും വീട്ടിലിരിക്കെ, ഇന്ന് അവധിയല്ലേ, നീ ഇവിടെ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ ഡോറിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് വരികയായിരുന്നു. അപ്പോഴാണ്
അപ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിച്ചത്. ആ ഡോറ് മുഴുവൻ അവൻ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അവനത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നോ, നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരിക്കാം എന്നാണ് അവൾ പറയുന്നത്. കഴിഞ്ഞ രാത്രിയിലെ ക്ഷീണം മാറിയിട്ടില്ലാത്തതുകൊണ്ട് അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ ഒരു വിധത്തിൽ അവൻ ആ വാതിലെല്ലാം തുറന്ന് പുറത്തിറങ്ങി. എന്നാൽ നിക്കി അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ നിൽക്കുന്ന സമയത്ത് തന്നെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. അവൾ ഒരു മെന്റലിനെ പോലെയാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറയോട് ബെയർ നിക്കിയെ പറ്റി ചോദിക്കുന്നുണ്ട്. നിക്കി എന്നെ ബ്രദറായിട്ടാണ് കണ്ടിരുന്നതെന്ന് നീ ഇയാനോട് പറഞ്ഞിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് നിക്കി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അവനോട് പറഞ്ഞതെന്ന് സാറ പറയുന്നു. ആ സമയത്ത് സാറയ്ക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് നാളായിട്ട് ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോ തവണയും അത് റിജക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു തവണ തനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ. അവളുടെ സങ്കടം കണ്ട് ബെയർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാറ പറയുന്നുണ്ട് നിന്റെ വായിൽ നിന്ന് എന്തോ സ്മെല്ല് വരുന്നുണ്ടെന്ന്. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. അവൾ അങ്ങനെ പറഞ്ഞപ്പോ അവനൊരു ഡൗട്ട് തോന്നി. അവൻ ആ സാൻഡ്വിച്ച് എടുത്ത് തുറന്നു നോക്കി. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ആ പൂച്ചയുടെ മാംസമായിരുന്നു. നിക്ക് മനഃപൂർവ്വം ഇത് തനിക്ക് വെച്ച് തന്നതാണെന്ന് അവന് മനസ്സിലായി. അവൻ അപ്പോൾ തന്നെ അതെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞു. അന്ന് വൈകുന്നേരം അവന് വീട്ടിലേക്ക് പോകാൻ തന്നെ ശരിക്കും പേടി തോന്നുന്നുണ്ടായിരുന്നു. അവന്റെ കൂടെ ഇയാനും വണ്ടിയിലേക്ക് കയറി. തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് ഇയാൻ പറയുന്നു. ഇയാൻ ബെയറിനോട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബെയർ പക്ഷേ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് അവൻ പറയുന്നത്. ഞാൻ അവളുടെ പിറകെ പോയതല്ല, അവളാണ് ഇപ്പൊ എന്റെ പിറകെ നടക്കുന്നത്. എന്നെ ഒരു നിമിഷം പോലും വെറുതെ വിടാറില്ല, എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. ഇങ്ങനെയൊക്കെയാണ് ബെയർ പറയുന്നത്. എന്നാൽ ഇയാന് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അറിയാവുന്ന നിക്കി ഇങ്ങനെ ആയിരുന്നില്ല. ഇയാൻ ആദ്യം മുതലേ പറയുന്നത് നിക്കിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഇങ്ങനെയുള്ള സമയത്ത് നീ അവളെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, അവളെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അതായിരിക്കും നമ്മൾ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. നീ അവളുടെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണോ എന്നും എനിക്ക് സംശയമുണ്ടെന്നും ഇയാൻ പറയുന്നു. എന്നാൽ ബെയർ ഒന്നും മറുപടി പറയാതെ അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നിക്കിയുടെ അടുത്തേക്ക് പോയി. അവൻ വീട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ വൺ വിഷ് വില്ലോയുടെ കവർ എടുത്തു. അത് വായിച്ചു നോക്കിയപ്പോ ഒരാൾക്ക് ഒരു ആഗ്രഹം മാത്രമേ സാധിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നു. അവർ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, അതിലൊരു മാറ്റം വരുത്താനും പറ്റത്തില്ല. എന്നാൽ അവൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹിച്ച പോലെ ആ ആൾ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നാൽ ഇത്രയും ഓവറായിട്ട് എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിന്റെ കാര്യവുമില്ല, കുറച്ചൊക്കെ അകലം വെക്കുന്നത് നല്ലതല്ലേ, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. വളരെ റൂഡായിട്ടാണ് ആ കസ്റ്റമർ കെയറിലെ ആൾ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ആഗ്രഹം തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും പറ്റില്ല എന്ന് പറയുന്നു. ആ വിഷ് ക്യാൻസൽ ആകണമെങ്കിൽ നീ മരിക്കണം, മരിച്ചാൽ മാത്രമേ ആ പെൺകുട്ടി നിന്നെ വിട്ടു പോകത്തുള്ളൂ, അവൾ പഴയ അവസ്ഥയിലേക്ക് വരത്തുള്ളൂ. നീ മരിക്കുന്നിടം വരെ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ നിന്നോടുള്ള അതേ പ്രണയവും അതേ തീവ്രമായിട്ടുള്ള അടുപ്പവും അതങ്ങനെ തന്നെ മരണം വരെ ഉണ്ടായിരിക്കും. ഇത് കേട്ടപ്പോൾ ബെയറിന് പേടി തോന്നി. കാരണം ഇത്രയും ദിവസം കൊണ്ട് തന്നെ നിക്കിയെ കൊണ്ട് അവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. താൻ ഇഷ്ടപ്പെട്ടിരുന്ന നിക്കി ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. അവൾ എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്നാണ് കസ്റ്റമർ കെയറിലെ ആളോട് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിക്കിയുടെ സൗണ്ട് കേൾക്കണോ എന്ന്. ആ ഫോണിലൂടെ നിക്കി കിടന്ന് അലറുന്ന സൗണ്ട് അവന് കേൾക്കാം. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവനൊന്നും മനസ്സിലായില്ല. അവൻ പേടിച്ചുകൊണ്ട് ആ ഫോൺ കട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം ഇയാൻ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബോയ്സ് മാത്രമായിട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നാൽ മതി എന്നാണ് ബെയറിനോട് പറഞ്ഞത്. വീടിനുള്ളിലേക്ക് കയറിയതും നിക്കി ആകെ വൊമിറ്റ് ചെയ്ത് അവളുടെ ശരീരമെല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാ നീ കാണിക്കുന്നതെന്ന് അവളോട് ചോദിച്ചപ്പോ ഞാൻ ആകെ വൃത്തികേടായിട്ടിരിക്കുക, ഞാൻ ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്തോളാം, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ബാത്റൂമിൽ കയറി കഥ കടച്ചു. ബെയർ പുറത്തു നിന്ന് പറയുന്നുണ്ട് നീ എനിക്ക് എന്റെ ക്യാറ്റിനെ കുക്ക് ചെയ്തു തന്നു, അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി വളരെ ദേഷ്യത്തിലായിരുന്നു അവനത് പറഞ്ഞത്. എന്നാൽ അവൾ വളരെ കുറ്റബോധത്തോടെയാണ് അതിനെല്ലാം മറുപടി കൊടുക്കുന്നത്. സോറി ഹണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ബെയർ പറയുന്നു ഇന്നൊരു ബോയ്സ് നൈറ്റ് പാർട്ടി ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ഇത് പറയുമ്പോൾ അവള് പറയുന്നത് ഡ്രസ്സ് മാറിയിട്ട് ഞാനും വരാമെന്നാണ്. എന്നാൽ ഇത് ബോയ്സ് നൈറ്റ് ആണ്, നീ വരണ്ട എന്ന് പറഞ്ഞതും അവൾ ഉള്ളിൽ കിടന്ന് വീണ്ടും അലറാൻ ആരംഭിച്ചു. ഇത് കേട്ടതും അവൻ പേടിച്ചുപോയി. സാറ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളും ആ ബോയ്സ് നൈറ്റിന് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അവൾക്ക് പ്രശ്നമൊന്നുമില്ലേ, സാറയ്ക്ക് വന്നാൽ പിന്നെ എനിക്ക് വരാൻ പാടില്ലേ എന്ന് പറഞ്ഞ് അവൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവളോട് കൂടുതൽ എതിർത്തൊന്നും പറയാൻ ബെയറിന് പറ്റിയില്ല. അങ്ങനെ അവളെയും കൂട്ടി ആ ബോയ്സ് നൈറ്റ് പാർട്ടിയിലേക്ക് അവൻ പോയി. ഇയാൻ മനഃപൂർവ്വം നിക്കിയെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതാണ്. അവരെല്ലാം അവിടെ ഇരുന്ന് ഓരോ ഗെയിം കളിക്കുകയാണ്. എല്ലാവരും തമാശകൾ പറയുന്നു. അവളുടെ ഊഴം വന്നപ്പോ അവൾ ഒരു കാർഡ് എടുത്തു. അതിലൊരു സ്റ്റോറി പറയാനാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അവളുടെ സ്റ്റോറി കേട്ട് അവരെല്ലാരും ഞെട്ടിപ്പോയി. അവൾ പ്രണയത്തെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള രീതിയിലാണ് അവൾ ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും പറയുന്നത്. അവളുടെ കഥയെല്ലാം കേട്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഇവൾ എന്തുകൊണ്ടാണ് ഇത്ര വിയേർഡായിട്ട് സംസാരിക്കുന്നതെന്ന് അവരെല്ലാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ബെയർ അവളിൽ നിന്നുള്ള ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് അവനൊരു കാർഡ് എടുക്കുന്നു. എന്നാൽ ആ കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു ഉമ്മ കൊടുക്കാനാണ്. അവന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് സാറയാണ്. ഇത് കേട്ടതും നിക്കിക്ക്
വളരെ ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് സാറയുടെ പുറകിൽ വന്ന് അവളുടെ ചെയർ പുറകോട്ട് വലിച്ചു. അതിനുശേഷം ബെയറിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയിരുന്നു. എന്നിട്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇപ്പോ ഞാനല്ലേ നിന്റെ ലെഫ്റ്റ് സൈഡിൽ, എന്നെയല്ലേ നീ കിസ് ചെയ്യേണ്ടത്? ഇതെല്ലാം കണ്ട് ചുറ്റിലിരുന്ന ആൾക്കാർക്ക് പേടിയാകാൻ തുടങ്ങി. ബെയർ എന്തായാലും നിക്കിയെ കിസ് ചെയ്തു. സാറയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ മനസ്സിൽ ബെയറിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവനെ നോക്കിയിരുന്ന ശേഷം നിക്കി പെട്ടെന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുത്ത് അവളുടെ തലയിലേക്ക് തന്നെ അടിച്ചു. അവളുടെ തല പൊട്ടി ചോര വരാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ച് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. എന്നാൽ പല എമർജൻസി കെയറിലേക്ക് അവളെ കൊണ്ടുപോയെങ്കിലും ഇങ്ങനെ ഒരു കേസ് ആയത് കാരണം ആരും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. വേറൊരു വഴിയുമില്ലാതെ അവൻ അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. താൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഞാനും വരാമെന്ന് പറഞ്ഞ് അവളും കൂടെ പോകാൻ തുടങ്ങുകയാണ്. അവനെ ഒരു രീതിയിലും അവൾ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ, പിന്നെ എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ നിക്കി അവനോട് ചോദിക്കുകയാണ്. എന്നാൽ ബെയർ തിരിച്ച് അവളോട് ചോദിക്കുന്നത്, നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ നല്ല പെൺകുട്ടിയാണ്, കാണാനും ഭംഗിയുള്ളവളാണ്, നിന്റെ ഉള്ളിൽ ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ? ഇങ്ങനെയെല്ലാം ചോദിച്ചപ്പോ നിക്കി പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല, ഞാൻ നിന്റെ ഫ്രീക്കി നിക്കിയല്ലേ എന്നൊക്കെ അവൾ പറയുകയാണ്. ഇവളിങ്ങനെ വളരെ വിയേർഡ് ആയിട്ടുള്ള രീതിയിലാണ് എപ്പോഴും പെരുമാറുന്നത്. ഇവന്റെ അടുത്ത് സ്നേഹം പറയുകയാണെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിലും ഒക്കെ തന്നെ. ഈ ഫ്രീക്കി നിക്കി എന്നുള്ള പേര് നിക്കിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പേരാണ്. എന്നാൽ അവൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ തന്നെ ബെയറിനൊരു കാര്യം പൂർണ്ണമായി മനസ്സിലായി. ആ വൺ വിഷ് വില്ലോ ഇവളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അവളെ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരാളായി മാറ്റിയിരിക്കുന്നു. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് വർക്ക് ആകണമെങ്കിൽ നീ ഒരു രാത്രിയെങ്കിലും നിന്റെ വീട്ടിൽ പോയി തിരിച്ചു നിൽക്കണം. എന്നാൽ ഇത് കേട്ടതും അവൾ വീണ്ടും വയലന്റ് ആകാൻ തുടങ്ങി. ഞാൻ എങ്ങോട്ടും പോകില്ല എന്നാണ് അവൾ പറയുന്നത്. നമുക്കിടയിൽ കുറച്ചൊക്കെ ഡിസ്റ്റൻസ് വേണമെന്നാണ് അവൻ പറയുന്നത്. ഇതെല്ലാം കേട്ട് അവൾ ശരിക്കും കരയുകയായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ എങ്ങോട്ട് നീ പറഞ്ഞു വിടണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുകയാണ്. അവൻ പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ പണ്ടുണ്ടായിരുന്ന ആ നിക്കിയെ പോലെ എന്നോട് നോർമലായിട്ട് പെരുമാറിക്കൂടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ പെരുമാറാൻ പറ്റുന്നുള്ളൂ. ഇടയ്ക്ക് അവൾ വയലന്റ് ആയിട്ട് ഉച്ചത്തിൽ സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആയിട്ട് അവന്റെ അടുത്ത് സ്നേഹത്തോടെ വരും. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബെയറിന് ശരിക്കും പേടി കൂടി വരികയാണ്. അവൾ പെട്ടെന്ന് ഇരുന്നിടത്ത് എഴുന്നേറ്റ് പുറകോട്ട് നടന്നുപോയി അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു പ്രേതം കൂടിയ പോലെ ആയിരുന്നു അവളുടെ ഓരോ പെരുമാറ്റങ്ങളും. നീ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ പുറത്തു പോയിട്ട് രാവിലെ ആകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ നീ അടുത്ത് കിടക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവൾ അവനെ പിടിച്ചടുത്ത് കിടത്തി. അങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സാറയുടെ മെസ്സേജ് വരുന്നു. തലേന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്, നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം, എനിക്ക് നിന്നെ കാണണമെന്നാണ് സാറ പറയുന്നത്. നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വരുമെന്നും അവൾ പറയുന്നു. ബെയർ പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയതും നിക്കി സംസാരിക്കാൻ ആരംഭിച്ചു. നീ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അവൾ ചോദിച്ചു. പക്ഷെ ഇത്തവണ അവനോട് സംസാരിച്ചത് യഥാർത്ഥ നിക്കിയായിരുന്നു. അവൻ നോക്കുമ്പോൾ നിക്കി ഉറങ്ങുകയാണ്. എന്നാൽ അവൾ സംസാരിക്കുന്നുമുണ്ട്. നിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്, നീ എന്നെ കൊല്ലണം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ല്. നിക്കി അവളുടെ ശരീരത്തിനുള്ളിൽ നിന്ന് അവനോട് സംസാരിക്കുകയാണ്. ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിക്കി പറയുന്നത്, ഞാൻ ഒരിക്കലും നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല, യഥാർത്ഥത്തിലുള്ള ഞാനല്ല ഇത് എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട് സങ്കടത്തോടു കൂടിയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. സാറ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാറിലിരുന്ന് അവർ രണ്ടുപേരും സംസാരിച്ചു. നിക്കിയുടെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ സാറ അവനോട് സംസാരിക്കുന്നുണ്ട്. അവൾ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഒരുപക്ഷെ ശരിയാകുമായിരിക്കും അല്ലേ എന്നൊക്കെ അവൾ പറയുന്നു. എന്നാൽ വൺ വിഷ് വില്ലോയെ കുറിച്ചൊന്നും സാറയുടെ അടുത്ത് അവൻ പറയുന്നില്ല. സാറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന അവസാനത്തെ ലെറ്റർ അവനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അത് ബെയർ തുറക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. അവളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ എന്നുള്ള കാര്യം അവൾ തുറന്നു നോക്കിയിട്ടില്ല. ആ കത്ത് ബെയറിന് അവൾ കൊടുക്കുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ കൂടി അവൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിടത്തും കിട്ടാനും പോകുന്നില്ല. പക്ഷെ അവനത് ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവൾ മറ്റൊരു കാര്യം കൂടി അവനോട് പറയുന്നു. നിക്കി ശരിക്കും നിന്നെ പറ്റിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിക്കിയും ഇയാനും തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ളതല്ല. അവർ തമ്മിൽ സെക്സിൽ ഏർപ്പെടാറുണ്ട്. പിന്നെ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടായി. അവന്റെ കൂടെ വീണ്ടും ഒന്നിക്കാൻ വേണ്ടിയിട്ട് നിന്നെ അവൾ ഉപയോഗിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കേട്ടതും ബെയർ ആകെ വല്ലാതായി. ഇയാൻ ഒരിക്കലും താനും നിക്കിയും പ്രണയത്തിലാണെന്നുള്ള കാര്യം ബെയറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ടതും അവൻ ഞെട്ടിപ്പോയി. നിനക്ക് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആവശ്യം, നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ. അത് കേട്ടപ്പോ ബെയറിന് മനസ്സിലായി അവൾ പറയുന്നത് അവളെ പറ്റി തന്നെയാണെന്ന്. ശരിക്കും എനിക്ക് ചേരുന്നത് നിന്നെ പോലൊരു പെൺകുട്ടിയാണ് അല്ലേ എന്ന് സാറയോട് ബെയർ ചോദിക്കുന്നു. ആ ഗെയിമിന്റെ സമയത്ത് ഞാനായിരുന്നല്ലോ നിന്റെ ലെഫ്റ്റിലുണ്ടായിരുന്നത്, നീ എന്നെയല്ലേ ശരിക്കും കിസ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ സാറ ഓരോ കാര്യങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ സൈഡിലെ ഡോറിന്റെ ചില്ല് തകർത്ത് നിക്കി അങ്ങോട്ട് വന്നു. അവളുടെ തല തുടർച്ചയായി സ്റ്റിയറിംഗിലേക്ക് ഇടിച്ച് അവളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. സാറയെ വെറുതെ വിടാൻ വേണ്ടി നിക്കിയോട് ബെയർ ഒരുപാട് കെഞ്ചി. എന്നാൽ അവൾ അതൊന്നും കേട്ടില്ല. ആ സ്റ്റിയറിംഗിൽ ഇടിപ്പിച്ച് സാറയെ അവൾ കൊന്നു. സാറയുടെ കണ്ണു വരെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പേടിച്ചിരുന്ന ബെയറിന്റെ അടുത്തേക്ക് നിക്കി വന്നിട്ട് പറഞ്ഞു, അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി, നിനക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എന്റെ കൂടെ ചേർന്ന് ഈ ബോഡി ഡംപ് ചെയ്യാൻ വേണ്ടി സഹായിക്കണം. താൻ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തന്നെയും നിക്കി കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ട് പേടിച്ച ബെയർ നിക്കിയുടെ കൂടി ആ ബോഡി ആ വീടിനുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. സങ്കടത്തോടു കൂടി അവൻ തിരികെ കാറിലേക്ക് വന്ന് ആ ലെറ്റർ പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോ സാറയ്ക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ
ലെറ്റർ ആയിരുന്നു അത് ആദ്യമായിട്ട് ബെയർ തന്നെ പൊട്ടിച്ച് വായിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ടാണ് അവനെ കാണാൻ വേണ്ടി സാറ അവന്റെ അടുത്തേക്ക് വന്നത്. ബെയറിന് കരച്ചിലും ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവസാനിപ്പിച്ചേ പറ്റുമെന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് ആ വൺ വിഷ് വില്ലോ വാങ്ങിയ ആ സ്റ്റോറിലേക്ക് പോയി. ആ വൺ വിഷ് വില്ലോ തന്നെ ഉപയോഗിച്ച് നിക്കിക്ക് തന്നോടുള്ള ഭ്രാന്തമായിട്ടുള്ള സ്നേഹം അവസാനിപ്പിക്കാനായിരുന്നു അവന്റെ തീരുമാനം. ആ ഷോപ്പിൽ ആകെ ബാക്കി ഉണ്ടായിരുന്നത് 2 വൺ വിഷ് വില്ലോകളാണ്. ആ കടയിലെ ആളോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത്, നിന്റെ ആഗ്രഹം ഒരിക്കൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നീ വേറെ ആരെങ്കിലും കൊണ്ട് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യിക്ക്. കാരണം നിന്റെ ആഗ്രഹം ഓൾറെഡി നീ സാധിച്ചു കഴിഞ്ഞു. അവൻ ആ വൺ വിഷ് വില്ലോയായിട്ട് നേരെ എത്തുന്നത് ഇയാന്റെ അടുത്തേക്കാണ്. നിന്നോട് എനിക്ക് അധിക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമില്ല. ഞാൻ പറയുന്നത് പോലെ നീ വൺ വിഷ് വില്ലോ എടുത്ത് ഒടിച്ച് എനിക്ക് വേണ്ടി ഒരു വിഷ് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് ഇയാൻ ചോദിക്കുന്നുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ ബെയർ അവനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. താൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതും നിക്കി തന്നെ മാത്രം സ്നേഹിക്കണമെന്ന് വിഷ് ചെയ്ത് ആ വില്ലോ ഒടിച്ചതും അതിനുശേഷം അവൾ ഭ്രാന്തമായിട്ട് സ്നേഹിച്ചതുമല്ല. നീ ഈ വില്ലോ എടുത്ത് ഒടിച്ച് നീ ഒരു വിഷ് പറഞ്ഞാൽ മാത്രം മതി. അതായത് നിക്കി പഴയ രീതിയിലാകണമെന്ന്. അവൾ പഴയ രീതിയിലാകും. എന്നിട്ട് നീ അവളെ എടുത്തോ. നിങ്ങൾ തമ്മിൽ റിലേഷനിൽ അല്ലായിരുന്നോ? അവളെ എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചോ. അവൾ നിനക്ക് തന്നെയാ ചേരുന്നതെന്നെല്ലാം ബെയർ പറയുന്നുണ്ട്. എന്നാൽ ഇയാൻ ഇതെല്ലാം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൻ പറയുന്നത്, നിക്കിക്ക് ഇപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കുറച്ചു നാള് നീ അവളെ കൊണ്ടു നടന്നിട്ട് അവസാനം അവൾ ഒരു ഭ്രാന്തിയായി കഴിഞ്ഞപ്പോ എന്നെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുകയല്ലേ. ഈ വില്ലയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ബെയറിന്റെ കയ്യിൽ നിന്ന് ആ വില്ലോ വാങ്ങി അവൻ ഒടിച്ചിട്ട് പറയുന്നത്, എനിക്കൊരു $100 മില്യൺ വേണമെന്നാണ്. അവനിത് പറഞ്ഞു തീർന്നത് മുകളിൽ നിന്ന് പണം പൊഴിയാൻ തുടങ്ങി. അവൻ ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ബെയറിന് മനസ്സിലായി. ബെയർ അവിടെ നിന്നും ഇറങ്ങി. അവന്റെ മുമ്പിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിക്കിയെ കൊണ്ട് ഈ ആഗ്രഹം സാധിപ്പിച്ചെടുക്കണം. അവളെ കൊണ്ട് ഈ വൺ വിഷ് വില്ലോ ഒടിപ്പിക്കണം. എന്നാൽ ബെയർ വീട്ടിലേക്ക് എത്തിയപ്പോ സാറയുടെ ബോഡി ഒരു ചെയറിലിരുത്തി അവളുടെ ഫേസും സ്കാൽപ്പും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയധികം ക്രൂരയായിട്ടാണ് നിക്കി ആ ബോഡിയോട് പെരുമാറിയത്. എന്നിട്ട് സാറയുടെ ഡ്രസ്സൊക്കെ നിക്കി എടുത്തിട്ടു. അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന പോലെ പച്ചയെല്ലാം അവളുടെ ദേഹത്തും കുത്തി. ഞാനിപ്പോ സാറയെ പോലെ ആയില്ലേ, നിനക്കിനി എന്നെ സ്നേഹിക്കാൻ പാടില്ലേ എന്ന് ബെയറിനോട് അവൾ ചോദിക്കുന്നു. നിക്കിയുടെ ശരീരത്തിനുള്ളിൽ യഥാർത്ഥ നിക്കിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം വൺ വിഷ് വില്ലോ മൂലമുണ്ടായ അവളുടെ മറ്റൊരു രൂപവും അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇടയ്ക്ക് അവൾ സ്വന്തം തല അടിച്ചു പൊട്ടിക്കുന്നു. തലയിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കുന്നു. നിക്കി രക്തം ഒലിപ്പിച്ചുകൊണ്ട് ബെയറിന്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് ഇയാൻ അവിടേക്ക് കയറി വന്നു. നീ പറഞ്ഞ പോലെ എനിക്ക് പണം കിട്ടി, നീ പറഞ്ഞതൊക്കെ ശരിയാണെന്നും പറഞ്ഞാണ് അവൻ വരുന്നത്. ഇയാൻ അകത്തേക്ക് കയറിയതും നിക്കിയുടെ രൂപവും സാറയുടെ ബോഡിയും ഒക്കെ കണ്ടതും അവൻ ആകെ പേടിച്ചു. അടുത്ത നിമിഷം നിക്കി ഇയാനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതിനുശേഷം ബെയറിന്റെ അടുത്ത് പറയും, എടാ നിനക്കെന്നെ ഇഷ്ടമല്ലേ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ. അവൻ പേടിച്ച് നിക്കിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. പക്ഷെ അവൾ കിടന്ന് അലറുകയാണ്. അങ്ങനെയാണ് നീ ഉറക്കെ പറ, എനിക്ക് നന്നായിട്ട് കേൾക്കണം. അവൾ അലറുകയാണ്. അവൻ പേടിച്ച് വീണ്ടും നിക്കിയുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയും. അപ്പത്തേക്കും പെട്ടെന്ന് നിക്കി കൂളാകും. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, എടാ ഞാനിങ്ങനെ ഡ്രാമ കളിച്ചിലൊക്കെ എന്നോട് ക്ഷമിക്കണം. നീ ഇത് കുറച്ച് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ, എന്നോട് നീ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര കൂളായിട്ട് അവന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവൻ ആ തോക്ക് പതിയെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയാലോ എന്ന് ആലോചിക്കുക, നമ്മുടെ ദേഹം എല്ലാം വൃത്തികേടായില്ലേ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറി കഥ കടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവളും പുറകെ ചെല്ലും. പെട്ടെന്ന് അവൻ അകത്ത് കയറിയിട്ട് വാതിൽ അടയ്ക്കുന്നതുകൊണ്ട് അവക്ക് അകത്ത് കയറാൻ പറ്റില്ല. എന്നാൽ നിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ പുറത്ത് നിന്ന് ബെയറിനെ ചീത്ത വിളിക്കുന്നുണ്ട്. ബെയർ പറയും, എനിക്കൊരു 10 മിനിറ്റ് സമയം താ, ഞാനൊന്ന് ക്ലീൻ ആയിട്ട് വരാം. പെട്ടെന്ന് നിക്ക് കൂളായിട്ട് ഓക്കെ ബേബി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇവൻ അകത്ത് നിന്ന് ആ തോക്ക് വെച്ച് സ്വയം വെടിവെച്ച് മരിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അവൻ അതിന് സാധിക്കുന്നില്ല. സ്വയം വെടിവെച്ച് മരിക്കാനുള്ള ധൈര്യം അവനില്ല. ഈ സമയത്ത് പുറത്തു നിന്ന് നിക്ക് പറയുന്നുണ്ട്, നമുക്ക് തമ്മിൽ ഒരു സ്പേസ് അല്ല വേണ്ടത്, അതല്ലേ നിന്റെ ആഗ്രഹം, അത് ഞാൻ സാധിച്ചു തരാം, നീ പേടിക്കണ്ട, നീ പുറത്തേക്ക് വാ എന്നൊക്കെ അവൾ വിളിക്കുന്നുണ്ട്. എന്നാൽ ബെയറിന് അറിയാം ഇവൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിക്ക് ഓരോ നമ്പർ എടുക്കുന്നതെന്ന്. അവസാനം ആ ബാത്റൂമിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കബോർഡ് തുറന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ആ ഡെപ്പി എടുക്കും. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ പൂച്ചക്കുഞ്ഞ് മരിച്ചു പോകാൻ കാരണമായ ആ ടാബ്ലറ്റ് അവൻ ആ ഡെപ്പിക്കുള്ളിലുണ്ടായിരുന്ന എല്ലാ ടാബ്ലറ്റും കഴിക്കും. അത് കഴിയുമ്പോഴാണ് പുറത്തുനിന്ന് ആ വില്ലോ ഒടിക്കുന്ന സൗണ്ട് അവൻ കേട്ടത്. അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരും. അവൾ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ബെയറിനോട് വളരെ സ്നേഹത്തോടെയാണ് നിക്കി നോക്കുന്നത്. ആ വില്ലോ ഒടിച്ചതുകൊണ്ട് അവൾ ആകെ മാറിയെന്നാണ് അവൻ വിചാരിക്കുന്നത്. അവൻ നിക്കിയുടെ അടുത്ത് പോയി അവളെ ചുംബിക്കും. അവസാനത്തെ ചുംബനം. അവൻ അറിയാം താൻ മരിക്കുമെന്ന്. കുറച്ചു കഴിയുമ്പോൾ അവളുടെ മടിയിലേക്ക് ബെയർ മരിച്ചു വീഴുകയാണ്. അവൾ ആകെ അലറി കരയുക. നീ എന്താണ് ചെയ്തത്? അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് പഴയ നിക്കിയായി മാറും. അവളുടെ സുബോധം തിരികെ വരും. അവൾ പെട്ടെന്ന് നോക്കുമ്പോൾ ബെയർ മുമ്പിൽ മരിച്ചു കിടക്കുകയാണ്. അവൾ വീണ്ടും കരയാൻ ആരംഭിക്കും. ബെയർ നീ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? അവൾ കരയുകയാണ്. നിക്കി പഴയ നിക്കിയായി മാറി. എന്നാൽ ബെയർ ഇപ്പോൾ ജീവനോടെ ഇല്ല. അവന്റെ ഒരു നിമിഷത്തെ ഒരു കയബദ്ധം. അവൻ വിചാരിച്ചു കാണില്ല ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന്. നിക്കിയെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ ആ വൺ വിഷ് വില്ലോ കൊണ്ട് അവന്റെ ജീവൻ തന്നെ നഷ്ടമായി പോയി. കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിൽ ആരാണ് വില്ലൻ ആരാണ് നായകൻ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും നിക്കിയുടെ കൂടെ തന്നെയാണ്. കാരണം ഇതിൽ ഒരു തെറ്റും ചെയ്യാത്തത് നിക്കി മാത്രമാണ്. വൺ വിഷ് വില്ലോ ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ അത് ചെയ്തത് ബെയറാണ്. വൺ വിഷ് വില്ലോ കൊണ്ടാണ് ഈ പ്രശ്നം
പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ബെയർ നേരത്തെ മനസ്സിലായതാണ്. എങ്കിലും ബെയർ നിക്കിയെ ചൂഷണം ചെയ്തു. കാര്യം അവന് പ്രണയമാണ്, പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്റെ കാഴ്ചപ്പാടിൽ. പക്ഷെ ഇതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. എന്റെ കാഴ്ചപ്പാടിൽ ബെയർ ആണ് വില്ലൻ. നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളുടെ മനസ്സിൽ ആരാണ് നായിക, ആരാണ് നായകൻ, ആരാണ് വില്ലൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. മറ്റൊരു സിനിമയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള വില്ലോയൊക്കെ കിട്ടുവാണെങ്കിൽ ഒരെണ്ണം എനിക്കും പാഴ്സൽ അയച്ചാരെ. പ്രണയമൊന്നും എനിക്ക് വേണ്ട. മെറ്റവൻ ചെയ്ത പോലെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം.